മോഹൻലാൽ എന്ന മലയാള കവിത ഡോക്ടർ എം.എ. സിദ്ദിഖ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നിന്ന്. ഒരു താരശരീരത്തിൻ്റെ ആത്മത്തിൽ നിന്ന് വരുന്നതല്ല ഇത്, കവിതയിൽ നിന്ന് വരുന്ന വെളിപാടാണിത്. ഇങ്ങനെയാണ് മോഹൻലാൽ ഓഷോയെയും സ്പർശിച്ചത്. ഭാവന അതിൻ്റെ ഭാഷയെ സ്പർശിക്കുന്നു എന്ന് പറയാവുന്ന പോലെ ഒരു വെളിപാടായിരുന്നു അത്. കഠിനമായ നടുവേദനയ്ക്ക് ചികിത്സയുമായി കോയമ്പത്തൂർ ആയുർവേദ്യ ഫാർമസിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് ഒരു കാസറ്റിൻ്റെ പ്രഭാഷണത്തിൻ്റെ രൂപത്തിൽ ഓഷോ ആദ്യമായി അദ്ദേഹത്തെ സ്പർശിക്കുന്നത്. ആ അനുഭവത്തെ അദ്ദേഹം ഇങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. ഓഷോ, എന്നു മുതലാണ് ഞാൻ ആ സുഗന്ധത്തിന് പിറകെ സഞ്ചരിച്ചു തുടങ്ങിയത് എന്നാണ് ഞാൻ ആദ്യമായി ആ മഴവില്ലിനെ കണ്ട് മോഹിച്ചത്. ആ പുഴയുടെ പാട്ട് കേട്ട് നിലാവിൻ്റെ സ്പർശം അറിഞ്ഞത്, മഴത്തുള്ളിയുടെ തണിപ്പറഞ്ഞത്, മഞ്ഞുതരികൾ ശിരസിൽ ചൂടിയത് ഓർമ്മയില്ല. എന്നോ എപ്പോഴോ ഞാൻ ഓഷോ എന്ന പൂമരത്തിൻ്റെ കൂടുവെച്ചു. വസന്തഋതു മാത്രമുള്ള ആ വൃക്ഷത്തിൻ്റെ ഭാഗമായി. സാധാരണ ഒരു സിനിമാ താരത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നതല്ല. പക്ഷേ എഴുത്തിലും വർത്തമാനത്തിലും മോഹൻലാൽ ഇത് സാധ്യമാക്കുന്നു. വാക്കുകൾക്കിടയിലെ മൗനങ്ങളിൽ പോലും കവിതയുടെ ഭാവന കൊണ്ട് അദ്ദേഹം തന്നിലെ മനുഷ്യനെ പൂർണ്ണമാക്കുന്നത്. കവിയാകുന്നതിലൂടെയല്ല, കവിതയാകുന്നതിലൂടെയാണ് അദ്ദേഹം ഇത് സാധ്യമാക്കുന്നത്. അദ്ദേഹം തന്നിലേക്ക് നോക്കി സംസാരിക്കുമ്പോഴെല്ലാം ഭാവനയും ഭാഷയും ദ്രവരൂപം ആർജിച്ച് ഒഴുകുകയും ചലനാത്മകമാകുകയും ചെയ്യുന്നത് കാണാം. കവിതയുടെ ഈ സിദ്ധികളെക്കുറിച്ച് ഈശാവാസ്യോപനിഷത്തിന് നൽകിയ വ്യാഖ്യാനത്തിലൊരിടത്ത് ഓഷോയും പറഞ്ഞിട്ടുണ്ട്. ഒരു പൂവിൻ്റെ തനി സത്തയായ അതിൻ്റെ ആത്മാവിനെ കണ്ടെത്തണമെങ്കിൽ ശാസ്ത്രപരമായ സമീപനം കൊണ്ട് പറ്റില്ല.